ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോർഡ് ഫോക്കസിൻ്റെ ട്രാൻസ്മിഷൻ ജർക്കിംഗ് സോൾവ് ചെയ്തൊരു വീഡിയോ ആണ്, കണ്ടൻറ്റാണ്. അപ്പോൾ ഇതൊന്നുമില്ല, ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ 2014 മോഡൽ ടൈറ്റാനിയം വേരിയൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി വല്ലാണ്ട് ഷട്ടർ ചെയ്യും, ഇങ്ങനെ കടന്ന് കിടക്കും. അതുകൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഗിയർ ബോക്സിന് എന്തോ പ്രോബ്ലം ആണെന്നുള്ള രീതിയിലാവും, എസ്പെഷ്യലി ഇൻ ഫസ്റ്റ് സെക്കൻഡ് ഗിയർ മാത്രം. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഫോർഡ് ഫോക്കസ് അതേപോലെ ഫോർഡിൻ്റെ ഫിയസ്റ്റ കാർ മോഡൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഞാൻ കാണിക്കാൻ പോകുന്ന ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വണ്ടി ട്രാൻസ്മിഷൻ റിപ്പയറിന് ഒന്നും കൊടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ വണ്ടി വിൽക്കുന്നതിന് മുന്നേ ഈ ഒരു ട്രിപ്പ് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഈ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂളിനെ ഒന്ന് റീസെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒന്നുമില്ല, നമ്മൾ വണ്ടി ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വണ്ടിയാണ്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കീലെസ് എൻട്രി ആണ്. അപ്പോൾ ബട്ടൺ ഇതെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് നോക്കും. ബ്രേക്ക് പാഡിൽ ചവിട്ടരുത്, ജസ്റ്റ് ബട്ടൺ മാത്രം ഒന്ന് പ്രസ് ചെയ്യുക. ഇനി കീലെസ് എൻട്രി ഉള്ള വണ്ടിയാണെങ്കിൽ ഈ ജസ്റ്റ് 1 ടേൺ ഒന്ന് ആ ഒരു ക്ലിക്ക് മാത്രം ടേൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വണ്ടി ബാറ്ററിയിൽ ആയിരിക്കും ഉണ്ടാവുക, അതായത് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല, എഞ്ചിൻ്റെ പവർ ഇല്ലാണ്ടാണ് ഉണ്ടാവുക. സോ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഗിയറിൻ്റെ ലിവർ പിടിച്ചിട്ട് ബ്രേക്കിൽ ചവിട്ടിയതിന് ശേഷം ന്യൂട്രലിലേക്ക് ആക്കുക. ന്യൂട്രലിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതാണ് ട്രാൻസ്മിഷൻ റെഡി എന്ന് പറയാം. ചില വണ്ടിക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ഇതിപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഒന്ന് റീസെറ്റ് ചെയ്ത് ഇനി നിങ്ങൾക്ക് ആ ജർക്ക് ഉണ്ടാവില്ല. ഈ ഒരു വാണിംഗ് വന്നതിന് ശേഷം, ഈ ഒരു മെസ്സേജ് വന്നതിന് ശേഷം നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്ക്, നിങ്ങളുടെ വണ്ടി വളരെ സ്മൂത്ത് ആയിരിക്കും. ഇതിപ്പോൾ ട്രാൻസ്മിഷൻ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞ് പഴയ ഉള്ള ആ ഒരു സെറ്റിങ്സ് ഒക്കെ മാറിയിട്ട് പുതിയതിലേക്ക് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായ ആ ജർക്ക്നെസ്, അതേപോലെ സിഗ്നലിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു ഷഡറിങ് ഒക്കെ പോയിട്ടുണ്ടാവും. വണ്ടി വളരെ സ്മൂത്തായിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഗിയർ മാറുന്ന നിങ്ങൾക്ക് മനസ്സിലാവുക പോലും ഇല്ല, ആ ലെവലിലേക്ക് സ്മൂത്ത് ആവും, ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. ഇതിപ്പോൾ 2014 മോഡൽ വണ്ടിയാണ്. ഈ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിൽ ഇവർ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് ഗിയേഴ്സിന് ഒരു ക്ലച്ചും ഈവൺ നമ്പേഴ്സിന് ഒരു ക്ലച്ചൊക്കെ ആയിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നതാണ്. കുറേ റീകോളൊക്കെ ഉണ്ടായിരുന്നു വണ്ടികളിൽ. സോ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ടുള്ള ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള ട്രിക്സ് പിന്നെ അതുകൂടാതെ എൻ്റെ കയ്യിലുള്ള വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദയവായി എൻ്റെ ചാനലിൽ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.